ഹലോ, വെൽക്കം ടു റോസൂസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 1 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടുക് മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കൂട്ടി ചോറ് കഴിച്ച എൻ്റെ മക്കളെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു ഒറ്റ കറി മാത്രം മതിയാവും. എൻ്റെ അമ്മ സ്പെഷ്യലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 പച്ചമാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് തൊലി കളഞ്ഞ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തൊലിയോടുകൂടി കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ തൊലിയോടുകൂടിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ചെറുതാക്കിയിട്ടില്ല. ചെറുതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു നോർമൽ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊരു മഞ്ഞ കളർ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ ഇതെന്തോ അങ്ങനെ ഒരു കളറിലാണ് ഇരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ മാങ്ങയാണ് കിട്ടിയത്. പക്ഷെ നല്ല പച്ചമാങ്ങയാണ്, ഓവർ പുളിയൊന്നുമില്ല, നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് കായം. കായത്തിൻ്റെ പൊടി ഒരല്പം, ഒരു നുള്ള്, 1-2 നുള്ള് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് അധികം ദിവസം ഇരിക്കില്ല. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഡേയ്സ് വരെയൊക്കെ ഇരിക്കും. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു 2 മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മതിയാവും. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുത്താൽ മതി. വേറെ ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെറും 1 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന്. കണ്ടില്ലേ? ഇത് ചേർത്ത് കുറച്ച് ചോറും കൂടെ ആയിട്ടൊരു പിടി പിടിക്കണം മക്കളെ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മാങ്ങയൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത്ര ഈസിയാണ്, അതേപോലെ അത്ര ടേസ്റ്റുമാണ്. ആ കായൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത കിഡിലൻ റെസിപ്പിയായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു.